അടുത്ത പ്രോബ്ലം 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. n into 3 raised to n is equal to 2n minus 1 into 3 raised to n plus 1 plus 3 by 4. ആദ്യമേ നമുക്ക് 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം മാത്രം എടുക്കുക. 1 into 3 3 വരും. റൈറ്റ് സൈഡിൽ എന്നിന് 1 ഇട്ട് കൊടുക്കുക. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 2 ആകും. 2 minus 1 1 into 3 raised to എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 3 raised to 1 plus 1 3 square 9 ആകും. So 3 square plus 3 divided by 4 എന്ന് വരും. That is 9 plus 3 12 divided by 4 that is equal to 3. അപ്പോൾ 1 ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ തന്നെയാണ്. ഇനി കെക്ക് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. കെക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 1 into 3 plus 2 into 3 square plus etc. k into 3 raised to k is equal to 2k minus 1 into 3 raised to k plus 1 plus 3 divided by 4. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് k plus 1 എഴുതിയിട്ട് പ്രൂവ് ചെയ്യുക. ഓക്കെ, k plus 1 ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു ടേം കൂടെ അധികം വരും. 1 into 3 plus 2 into 3 squared plus etc. plus k into 3 raised to k plus ഒരു ടേം കൂടെ അധികം വരും. k plus 1 into 3 raised to k plus 1. ഓക്കെ, that is equal to റൈറ്റ് സൈഡിൽ കെക്ക് പകരം കെ പ്ലസ് 1 കൊടുത്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു കെക്ക് പകരം കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 3 റൈസ് ടു കെക്ക് പകരം കെ പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ കെ പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2k പ്ലസ് 2 മൈനസ് 1. അപ്പോൾ 2k പ്ലസ് 1 വരും. 2k പ്ലസ് 1 ഇൻറ്റു 3 റൈസ് ടു കെ പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് LHS എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ LHS. പക്ഷേ LHSനകത്ത് ഇവിടെ മുതൽ ഇവിടം വരെ നമ്മുടെ അസംഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് 1 into 3 പ്ലസ് 2 into 3 സ്ക്വയർ എക്സെട്ര k into 3 റൈസ് ടു കെയുടെ വാല്യൂ നമുക്കറിയാം. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2k മൈനസ് 1 ഇൻറ്റു 3 റൈസ് ടു k പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു ടേം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു 3 റൈസ് ടു കെ പ്ലസ് 1. ഇനി സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിനങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2k മൈനസ് 1 ഇൻറ്റു 3 റൈസ് ടു കെ പ്ലസ് 1 പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 3 റൈസ് ടു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എനിക്ക് ആദ്യത്തെ ടേമിൽ നിന്നും അവസാനത്തെ ടേമിൽ നിന്നും 3 റൈസ് ടു കെ പ്ലസ് 1 അങ്ങ് കോമൺ എടുക്കാം. 3 റൈസ് ടു കെ പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരുന്നത്? ഇവിടെ ഒരു 2k മൈനസ് 1 പ്ലസ് ഇവിടെ 4 ഇൻറ്റു കെ പ്ലസ് 1 4 ഇൻറ്റു കെ പ്ലസ് 1. ഓക്കെ, പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു പ്ലസ് 3 അടപ്പുണ്ട്. പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇപ്പോൾ ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യുക. 3 റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 2k minus 1 plus 4k plus 4 into plus 3 whole divided by 4. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ 6k ആകും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പ്ലസ് 3 ആകും. സോ 3 റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു 6k പ്ലസ് 3 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു 3 കൂടെ പുറത്തെടുക്കാം. 3 റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ഒരു 3 കൂടെ പുറത്ത് വരും. അപ്പോൾ അത് 2k പ്ലസ് 1 ആയിട്ട് മാറും. പ്ലസ് 3 സെപ്പറേറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ 4. ഇത് 3 എന്ന് പറയുന്നത് 3 റൈസ് ടു 1 അല്ലേ? അപ്പോൾ ലോ ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്യുക. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 3 റൈസ് ടു കെ പ്ലസ് 2 ആകും. സോ 3 റൈസ് ടു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. നോക്കിയേ, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ കെ പ്ലസ് 1 സ്റ്റേറ്റ്മെന്റ് RHS. ഇപ്പൊ നമ്മൾ കെ പ്ലസ് 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ചെയ്തു, കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്തിട്ട്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കംപ്ലീറ്റ് ആയി. അടുത്ത പ്രോബ്ലം 1 into 3 plus 3 into 5 plus 5 into 7 etc. 2n minus 1 into 2n plus 1 is equal to n into 4n square plus 6n minus 1 by 3. ഓക്കെ, നമുക്ക് ആദ്യമേ n is equal to 1 ട്രൂ ആണോ നോക്കാം.
n ഈക്വൽ ടു 1 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം മാത്രം എടുക്കുക, 1 ഇൻറ്റു 3. റൈറ്റ് സൈഡിൽ n-ന് 1 ഇട്ട് കൊടുക്കുക. റൈറ്റ് സൈഡിൽ n-ന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 4 ഇൻറ്റു 1 സ്ക്വയർ 4 ആണ്, പ്ലസ് 6 ഇൻറ്റു 1 6 ആണ്, മൈനസ് 1/3. അപ്പോൾ 10 മൈനസ് 1 9, 9/3 എന്ന് വരും. ദാറ്റ് ഈസ് ഓൾസോ 3. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ n ഈക്വൽ ടു 1-ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ തന്നെയാണ്. അടുത്ത നമുക്ക് n ഈക്വൽ ടു കെക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. n ഈക്വൽ ടു കെയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും വരുന്നത്? 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 5 പ്ലസ് എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇസ് ഈക്വൽ ടു k ഇൻറ്റു 4k സ്ക്വയർഡ് പ്ലസ് 6k മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3. ഇനി ഇതേ സ്റ്റേറ്റ്മെൻറ്റ് n ഈക്വൽ ടു കെ പ്ലസ് 1-ന് എഴുതുക, എന്നിട്ട് അത് അങ്ങ് പ്രൂവ് ചെയ്യുക. ശരിയല്ലേ? n ഈക്വൽ ടു കെ പ്ലസ് 1-ന് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം കൂടെ അധികം വരും. 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 5 പ്ലസ് എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1. ഇതിൻ്റെ കൂടെ ഒരു ടേം കൂടെ അധികം വരും. ആ അധികം വരുന്ന ടേം ആരാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ മിക്ക കേസിലും നമുക്കത് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. അഥവാ എഴുതുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എഴുതി നിർത്തിയ ടേമിനകത്ത് കെക്ക് പകരം k പ്ലസ് 1 കൊടുത്താൽ മതി. അതായിരിക്കും അടുത്ത ടേം. അപ്പോൾ ഇവിടെ അടുത്ത ടേം ആരാന്നറിയാൻ ഞാൻ ഇതിനകത്ത് കെക്ക് പകരം k പ്ലസ് 1 കൊടുത്തു നോക്കാം. ഇതിനകത്ത് കെക്ക് പകരം k പ്ലസ് 1 കൊടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു കെക്ക് പകരം k പ്ലസ് 1. സോ k പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെക്ക് പകരം k പ്ലസ് 1 പ്ലസ് 1. ഇപ്പോൾ ഇതെന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2k പ്ലസ് 2 മൈനസ് 1, അത് 2k പ്ലസ് 1 ആയിട്ട് മാറും. അതേപോലെ ഇത് 2k പ്ലസ് 2 പ്ലസ് 1 2k പ്ലസ് 3 ആയിട്ട് മാറും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ കൂടെ വരുന്ന അടുത്ത ടേം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടേം കൂടെ അഡീഷണൽ വരുന്നത് 2k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കെക്ക് പകരം k പ്ലസ് 1 കൊടുത്തങ്ങ് എഴുതിയാൽ മതി. കെക്ക് പകരം k പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? k പ്ലസ് 1 ഇൻറ്റു 4 ഇൻറ്റു k പ്ലസ് 1 സ്ക്വയേർഡ് പ്ലസ് 6 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അതങ്ങ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഈ സൈഡ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇത് k പ്ലസ് 1 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുക, 4 ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇത് k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 പ്ലസ് ഒരു 6k വരും, പ്ലസ് 6 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു, അഗെയിൻ ഈ 4 കൊണ്ടകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, എന്ത് വരും? 4k സ്ക്വയർ പ്ലസ് 8k പ്ലസ് 4 പ്ലസ് 6k പ്ലസ് 6 മൈനസ് 1 divided by 3. That is equal to k plus 1 into 4k squared. 8kയും 6kയും കൂടെ ആകുമ്പോൾ ഒരു 14k വരും. പിന്നെ 4 പ്ലസ് 6 ആകുമ്പോൾ 10 മൈനസ് 1 കൂടെ ആകുമ്പോഴത്തേക്കും 9. സോ പ്ലസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്, ശരിയല്ലേ? ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട LHS എടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് k പ്ലസ് 1 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ LHS ഈക്വൽ ടു 1 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 5 പ്ലസ് എക്സെട്ര 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് ഒരു ടേം കൂടെ ഉണ്ട് 2k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3. ഓക്കെ, ഇതാണ് നമ്മുടെ LHS. ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളതിന് നമുക്ക് അസംഷൻ ഉണ്ട്. n ഈക്വൽ ടു കെയുടെ അസംഷൻ ഇതാണ്. അപ്പോൾ ആ വാല്യൂ എടുത്ത് അവിടെ ഇട്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. സോ k ഇൻറ്റു 4k സ്ക്വയർഡ് പ്ലസ് 6k മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഒരു ടേം കൂടെ വരും. ആരാണ് ആ ടേം? ഇതുണ്ട് 2k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഇതിനങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. സോ k ഇൻറ്റു 4k സ്ക്വയർഡ് പ്ലസ് 6k മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k സ്ക്വയർഡ് പ്ലസ് 6k പ്ലസ് 2k പ്ലസ് 3 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് k കൂടെ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കെ ഉണ്ടാകത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k³ പ്ലസ് 6k² മൈനസ് കെ പ്ലസ് 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 4s are 12k². ഇത് രണ്ടും കൂടെ 8k ആകും. ഒരു 3 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24k വരും. പ്ലസ് 3 3s are 9 whole divided by 3. So that is equal to 4k³ പിന്നെ k² നോക്കിക്കഴിഞ്ഞാൽ 8k² ഒരു 12k² കൂടെ 18k² ആകും. അപ്പോൾ പ്ലസ് 18k² ആണ്. ഓക്കെ, പിന്നെ ഒരു മൈനസ് കെ ഉണ്ട്, പ്ലസ് 24k ഉണ്ട്, രണ്ടും കൂടെ ഒരു 23k ആകും. പ്ലസ് 23k പ്ലസ് 9 ഹോൾ ഡിവൈഡ് ബൈ 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ. നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു നമ്മുടെ നേരത്തെ പഴയ RHS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും സെയിം തന്നെ ആണോ എന്ന്. അതിന് നമുക്കങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം രണ്ടും സെയിം തന്നെ ആണോ എന്ന്. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4k² പ്ലസ് 4k³ പ്ലസ് 14k² പ്ലസ് 9k എന്ന് വരും. പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4k² പ്ലസ് 14k പ്ലസ് 9 എന്ന് വരും. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 3. So that is equal to 4k³ ഇവിടെ 14k² 4k² കൂടെ ചേർന്നിട്ട് 18k² ആകും. പ്ലസ് ഒരു 14k പ്ലസ് 9k ഉണ്ട്, അത് രണ്ടും കൂടെ 23k ആകും. സോ 23k റിമൈനിങ് ഒരു പ്ലസ് 9 ഉണ്ട്, പ്ലസ് 9 ഹോൾ ഡിവൈഡ് ബൈ 3. സോ ആക്ച്വലി അത് രണ്ടും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് അങ്ങനെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്താലും മതി. ചില ക്വസ്റ്റ്യനുകളിൽ RHSലോട്ട് ഡയറക്റ്റ്ലി എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ RHS മാക്സിമം അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ നമ്മൾ ചെയ്തു വരുന്ന ടേമുകളും മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോഴത്തേക്കും അത് രണ്ടും ഒരേപോലെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നമുക്ക് അത് പ്രൂവ് ആവുകയും ചെയ്തു.